മാറ്റാനാ? ആ വിധിയിൽ പറയുന്നു പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം 1.5 കോടി രൂപ കിട്ടി. ഇത് അഴിമതിയല്ലാതെ മറ്റെന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഈ പെരിന്തൽമണ്ണയിൽ ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 100 രൂപ അനധികൃതമായി വന്നു എന്ന് കരുതുക. അവൻ CPM-ന്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് അനഭിബന്ധനാണെന്നും കരുതുക. അവന്റെ അവസ്ഥ എന്താവും? അല്ലെ, 100 രൂപയുടെ ക്രമക്കേടുണ്ടെങ്കിൽ കൊടുക്കുന്ന ആളുകളാണ് CPM എന്ന് പറയും. അതിനെ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പത്മകുമാറിനെയോ എൻ വാസുവിനെയോ ഒരു നടപടിയെടുത്ത് പുറത്താക്കാൻ? അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, സ്വാഗതം, സുസ്വാഗതം, പെരിന്തൽമണ്ണയുടെ അഭിവാദ്യങ്ങൾ, വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ, 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 UDF-ന്റെ അഭിവാദ്യങ്ങൾ, പെരിന്തൽമണ്ണയുടെ അഭിവാദ്യങ്ങൾ, ധീര ധീര നേതാവേ, ധീര ധീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ജനലക്ഷങ്ങൾ പിന്നാലെ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, പെരിന്തൽമണ്ണയുടെ അഭിവാദ്യങ്ങൾ, വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ, 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 UDF-ന്റെ അഭിവാദ്യങ്ങൾ. എല്ലാവരും എല്ലാവരും നമ്മളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഇനിയും ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഓരോ ഘട്ടങ്ങളിൽ അദ്ദേഹം എടുത്തുപോരുന്ന സമീപനങ്ങൾ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും ദുർഗതികർഷിതമായ സാഹചര്യത്തിന് എങ്ങനെ മോചനം കൊടുക്കാൻ കഴിയുമെന്നാണ്. അത് പ്രസംഗത്തിൽ മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഘട്ടത്തിൽ പോലും ഈ നാടിന് രചനാത്മകമായ വർഗീയതയാണ് ഇവിടെ കുഴിച്ചു മൂടപ്പെടുന്നത്. വർഗീയതയെ കുഴിച്ചു മൂടിയിട്ടായിരിക്കും UDF കേരളത്തിൽ വിജയക്കൊടി നാട്ടുന്നത്. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വിജയം കൂടിയായി കേരളത്തിലെ UDF-ന്റെ വിജയമാണ്. നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി നമ്മൾ തോളോട് തോൾ ചേർന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരുത്തരും വരണ്ട എന്ന് കേരളത്തിൽ പറയണം. നമുക്ക് നാടിന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങള് പയ്യന്നൂരിൽ അവിടെ ചർച്ചയാണ് രക്തസാക്ഷി ഫണ്ട്. കേരളത്തിലെ CPM-ന് ഇപ്പോൾ എന്താ പ്രശ്നം? രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെ. അപ്പൊ പിരിവ് പറഞ്ഞു, എന്നിട്ട് പൈസ അടിച്ചു മാറ്റി. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിച്ച് അടിച്ചു മാറ്റിയപ്പോൾ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ചോദ്യം കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. ഞാൻ ഞെക്കിയിട്ടുണ്ട്. അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ കവർന്ന 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. സ്വർണം മാത്രമല്ല കവർന്നത്, അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്നിരുന്ന അതിമനോഹരമായ ദ്വാരപാലക ശില്പം ഇവർ എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെയും പറ്റിച്ചു. കള്ള മുതലാണ് അയാളോട് പറഞ്ഞില്ല, അയാളെ പറ്റിച്ചു. അങ്ങനെ പറ്റിച്ചവരാണ് 2019 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവരിത് കട്ടു. കോടതി പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാർ സാധാരണ എന്ത് ചെയ്യും? രണ്ടാമതും കത്തും. അത് തന്നെ അവിടെ 600 പേരെ പങ്കെടുത്തത്, 4000 പേർക്ക് ഭക്ഷണം. കിടക്ക കൊണ്ടുവന്ന് കിടക്ക വരെ അടിച്ചു മാറ്റി. പണ്ട് കൊല്ലത്ത്
CPM ഒരു ആഘോഷം നടത്തി, ഫെസ്റ്റിവൽ കോർപ്പറേഷനിൽ. അപ്പോ ഒരു കുതിരയെ കൊണ്ടുവന്നു എന്ന് കണക്ക് ആഘോഷത്തിന്. അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ചാർജ് എഴുതി മേടിച്ചു. അപ്പൊ ഓടിക്കയാലും വാഹനം നോക്കിയപ്പോ മാരുതി കാറാണ്. ഇവിടെ മാരുതി കാറിൽ എങ്ങനെയാണ് കുതിരയെ കൊണ്ടുവന്ന്? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ഈ വിദഗ്ധന്മാരാണ് ഇപ്പോ ശബരിമല അയ്യപ്പനെ പറ്റിച്ച് ആഗോള അയ്യപ്പ സംഘം 10 കോടി ആകെ ചെലവ് കൊടുക്കുമ്പോ